എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അപർണ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് പുതിയ പുതിയ യൂട്യൂബേഴ്സ് ഇല്ലേ, അവർക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഈ പുതിയ പുതിയ യൂട്യൂബേഴ്സിന് കൂടുതലും യൂട്യൂബൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ വരും. അതിൻ്റെ തംബ്ലൈനാണ് ഈ 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ ആദ്യം ഓടിപ്പോയി അതൊക്കെ എടുത്ത് നോക്കൂട്ടോ. കാരണം ഈ 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ചാടിക്കേറി ആ വീഡിയോ നോക്കും, അതിൽ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ 1 ഡേ കൊണ്ട് 1K പോയിട്ട് എനിക്കൊരു 2 സബ്സ്ക്രൈബ് പോലും ആ വീഡിയോ കണ്ട് ചെയ്തിട്ടൊന്നും എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറയുവാണെങ്കിൽ, സത്യം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമാണോ എന്ന്? അതോ ഇനി ബാക്കിയുള്ളവർക്ക് നടക്കും, നമുക്ക് മാത്രമാണോ നടക്കാത്തത്? അങ്ങനെ കുറേ ചിന്തകളൊക്കെ എൻ്റെ തലയിൽ കൂടെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നീടാണ് എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. ഈ 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അത് പോസിബിൾ ആയിരിക്കും. കാരണം വേറെ സോഷ്യൽ മീഡിയാസ് അക്കൗണ്ട്സ് ഉള്ളവർ, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലേക്ക് നല്ല ഫോളോവേഴ്സ് ഉള്ളവർ യൂട്യൂബ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ, പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നവർ, അതും അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് ഓക്കെയാണ്. പക്ഷേ ഒരിക്കലും നമ്മളെപ്പോലെയുള്ളവർക്ക് ഈ 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമേ അല്ല. ഈ കാര്യങ്ങളൊന്നും പൊതുവേ ആരും പറഞ്ഞു തരില്ല. പക്ഷെ എല്ലാവരുടെയും തംബ്ലൈനിൽ കാണും 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുക, ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയ്ക്ക് വ്യൂസ് കാണിയില്ല, ലൈക്സ് കാണിയില്ല, കമൻസ് കാണിയില്ല, ഒരു കോപ്പും കാണിയില്ല നമ്മളായിടുന്ന വീഡിയോയ്ക്ക്. അതേസമയം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, യൂട്യൂബിൻ്റെ അൽഗോരിതം പറയും ഇവരിടുന്ന ഈ വീഡിയോസിന് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ പതിയെ നമ്മുടെ ചാനൽ പുറകോട്ടാവും. പിന്നെ നമ്മുടെ ചാനൽ പതിയെ അങ്ങോട്ട് ഡെഡാവും. പിന്നെ ആ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമായിരിക്കും. അതേസമയം നമ്മുടെ വീഡിയോസ്, അതായത് നമ്മൾ തന്നെ കണ്ടൻറ്റ് ചെയ്യുന്ന എടുക്കുന്ന വീഡിയോസും നല്ല രീതിയിൽ നല്ല ഒരു പെർഫെക്റ്റ് ടൈം നോക്കി നല്ല ഒരു കണ്ടൻറ്റ് എടുത്ത് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ കുറച്ച് വ്യൂസും കാര്യങ്ങളും കുറവാണെന്നുണ്ടെങ്കിലും മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറുക്കു വഴി കൂടെ ചാടി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ വാച്ചിങ് അവർ കൂട്ടാനോ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അത് പതിയെ അത് നേടി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ റിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു മാജിക്കൊന്നും അല്ല. ഈ 1 ഡേ കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും നമ്മുടെ വാച്ചിങ് അവറൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ടും പറ്റും. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതായത് ആദ്യത്തെ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 50 to 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് മാത്രമേ ഇച്ചിരി ടഫായിട്ടുള്ള ഒരു കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതിയെ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് കൂടുകയും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരികയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ തുടക്കക്കാർക്കായിട്ടുള്ള, അതായത് തുടങ്ങുന്ന യൂട്യൂബേഴ്സിന് പറ്റുന്ന മിക്കപ്പോഴുള്ള ഒരു അബദ്ധമാണ് 1-2 വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് വ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഡിലീറ്റ് ആക്കും, അല്ലെങ്കിൽ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിടുന്ന ഒരു വീഡിയോ ഫ്ലോപ്പ് ആയെന്ന് വെച്ച് നമ്മളവിടെ തോറ്റു എന്നല്ല അർത്ഥം. മുമ്പോട്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ ഒരുപാട് വ്യൂസോ കാര്യങ്ങളോ ഒന്നും ആർക്കും കിട്ടത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് ചെയ്ത് നമ്മൾ എഫേർട്ട് ഇട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഒരെണ്ണം ഫ്ലോപ്പ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ആരും നിർത്തരുത്, മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്ത് വീഡിയോസ് ഇട്ടിട്ട് പോവുക. കോൺസിസ്റ്റൻസി, പേഷ്യൻസ്, ഇമ്പ്രൂവ്മെൻറ്റ്, ഈ 3 കാര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ യൂട്യൂബ് ഇഗ്നോർ ചെയ്യില്ല. ഉറപ്പായിട്ട് നമുക്ക് ഒരു സക്സസ് ഉണ്ടാവും. പക്ഷേ അതിന് കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ലൊരു സക്സസ്
നമുക്ക് നമ്മുടെ ലൈഫിൽ മുമ്പോട്ട്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതിൽ കറക്റ്റായിട്ട് ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ രാവിലെ ഒരു 9 മണിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ ആ വീഡിയോ മാക്സിമം നമ്മൾ ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷോർട്സ് മാക്സിമം എല്ലാ ദിവസവും ഇടാൻ നോക്കുക. ലോങ് വീഡിയോസ് വീക്ക്ലി ഒരു 1 ടൈമെങ്കിലും ഇടാൻ വേണ്ടി നോക്കുക. ഡെയിലി ഇടാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി ഇട്ടോളുക. പക്ഷേ ഒരു വീക്ക്ലി 1 ടൈംസ് എങ്കിലും മാക്സിമം ലോങ് വീഡിയോസും ഇടാൻ നോക്കുക. അപ്പം നമ്മളിപ്പോൾ ഒന്നരാടം വീഡിയോസ് ഇടുന്നത്, അത് ഇന്ന് വീഡിയോ ഇട്ടു, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്, അത് കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ഇടും. അങ്ങനെ ഇടുകയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ വീഡിയോസിനെ യൂട്യൂബ് ബാക്കിയുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി വീഡിയോസ് ഇടുക. ഇപ്പോൾ ഷോർട്സ് ആണെങ്കിൽ ഡെയിലി ഇടുക, ലോങ് വീഡിയോസ് ഡെയിലി ഇടാൻ പറ്റുന്നവർ ഡെയിലി ഇടുക, ഇല്ലെങ്കിൽ വീക്ക്ലി ഒരു 1 ടൈമെങ്കിലും ലോങ് വീഡിയോ മാക്സിമം ഇടാൻ നോക്കുക. അതുപോലെ തന്നെ ഇടുന്ന ഒരു സമയം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് എല്ലാ ദിവസവും ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഇടുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രോത്ത് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് മിസ്സായാലും കുഴപ്പമില്ല. പക്ഷേ ഫേക്ക് ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീഡിയോസ് കഷ്ടപ്പെട്ട് തന്നെ നല്ലൊരു കണ്ടൻറ്റൊക്കെ നോക്കി നല്ലൊരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് ഡെയിലി വീഡിയോസ് ഇടുകയെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ കൂടി വരും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം അതിനുള്ള ഒരു പ്രതിഫലം എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് കിട്ടും. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ, ഒന്ന് ക്ഷമിക്കാമെന്ന് മാത്രമേ. അതുപോലെ തന്നെ സ്ലോ ആയി സ്റ്റാർട്ട് ചെയ്തവരാണ് ലോങ് റണ്ണിൽ ജയിക്കുന്നത്. അതുപോലെ തന്നെ വ്യൂസ് അല്ല, നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന നിങ്ങളുടെ ക്യാരക്ടറാണ് മാറ്റർ. കോൺസിസ്റ്റൻസി ഒരിക്കലും വൈറലാവില്ല, പക്ഷേ സക്സസ് ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.